വാഗമണ്ണിലെ കോടമഞ്ഞു പുതച്ച് കിടക്കുന്ന തേയിലത്തോട്ടങ്ങൾക്ക് നടുവിൽ നഗരത്തിൻ്റെ ബഹളങ്ങളിൽ നിന്നെല്ലാം ഒഴിഞ്ഞുമാറി ഒരു ദ്വീപ് പോലെ തലയുയർത്തി നിൽക്കുന്ന ഒരു വലിയ കൊട്ടാരമുണ്ട്. മേഘമൽഹാർ. പുറമേ നിന്ന് നോക്കുന്ന ഒരാൾക്ക് അത് സ്വർഗതുല്യമായ ഒരു സൗധമാണ്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് എത്തിച്ച മാർബിളുകൾ വിരിച്ച തറകളും ആകാശങ്ങളോളം ഉയർന്നു നിൽക്കുന്ന തൂണുകളുമുള്ള ആരെയും അത്ഭുതപ്പെടുത്തുന്ന പ്രൗഢി. എന്നാൽ ആ വീടിൻ്റെ വലിയ ഗേറ്റ് കടന്ന് അകത്തേക്ക് പ്രവേശിക്കുന്ന ഏതൊരാൾക്കും അനുഭവപ്പെടുന്നത് ഒരു വലിയ ശവപ്പറമ്പിന് തുല്യമായ അസ്വസ്ഥമാക്കുന്ന ഒരു നിശബ്ദതയാണ്. ആ വീട്ടിലെ ഓരോ ചുവരുകൾക്കും പറയാനുണ്ടായിരുന്നത് ഏകാന്തതയുടെയും നഷ്ടബോധത്തിൻ്റെയും കഥകളായിരുന്നു. കേരളത്തിലെ പ്രമുഖ ബിസിനസ് ഗ്രൂപ്പിൻ്റെ ഉടമയായ ഹരിശങ്കർ വാര്യർ എന്ന കോടീശ്വരൻ്റെ സാമ്രാജ്യം അത്രമേൽ മൂകമായിരുന്നു. അവിടെ കാറ്റിനു പോലും മൂളാൻ ഭയമായിരുന്നു. കൃത്യം 8 വർഷങ്ങൾക്ക് മുൻപ് കാലവർഷം കനത്തുപെയ്തിരുന്ന ഒരു കർക്കിടക രാത്രിയിലാണ് ഹരിശങ്കറിൻ്റെ ജീവിതത്തിലെ വസന്തം എന്നേക്കുമായി കൊഴിഞ്ഞുപോയത്. ആ രാത്രിയിലാണ് തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ നന്ദിനി അവരുടെ ജീവൻ്റെ പാതിയായ മകൻ ആദിത്യന് ജന്മം നൽകിയത്. പക്ഷേ പുതിയൊരു ജീവിതത്തിൻ്റെ തുടക്കം ഹരിശങ്കറിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അവസാനമായി മാറി. പ്രസവാനന്തരമുണ്ടായ സങ്കീർണതകൾ നന്ദിനിയുടെ ജീവനെടുത്തു. വെളുത്ത വസ്ത്രമണിഞ്ഞ ഡോക്ടർമാർ ICUവിനു മുൻപിൽ പരക്കം പായുമ്പോഴും പുറത്ത് ഹരിശങ്കർ തൻ്റെ ദൈവത്തോട് കേഴുകയായിരുന്നു. ഒടുവിൽ നന്ദിനിയുടെ ജീവൻ രക്ഷിക്കാൻ ആവില്ലെന്ന കൈപ്പേറിയ സത്യം ഡോക്ടർമാർ തിരിച്ചറിഞ്ഞു. അവസാനമായി അവളെ കാണാൻ ഹരിശങ്കർ അകത്തേക്ക് കയറുമ്പോൾ അവൾ ജീവന് വേണ്ടി മല്ലിടുകയായിരുന്നു. അവളുടെ കണ്ണുകൾ ഹരിശങ്കറിനെ നോക്കി തിളങ്ങി. ആ വിളറിയ ചുണ്ടുകൾ പതുക്കെ അനങ്ങി. അവൾ എന്തോ പറയാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ തൊണ്ടയിൽ നിന്ന് ഒരു ശബ്ദം പോലും പുറത്തു വന്നില്ല. ഒടുവിലൊരു ദീർഘനിശ്വാസത്തോടെ അവൾ കണ്ണുകളടച്ചു. ആ നിമിഷം മുതൽ ഹരിശങ്കർ നിശബ്ദതയെ ഭയപ്പെട്ടു തുടങ്ങി. പക്ഷേ വിധിയുടെ ക്രൂരത അവിടെയും അവസാനിച്ചില്ല. അമ്മയില്ലാതെ വളർന്ന തൻ്റെ മകൻ ആദിത്യനെ തൻ്റെ പൊന്നുമോൻ ആദിക്ക് കേൾവിശക്തിയില്ല എന്ന സത്യം ഹരിശങ്കർ തിരിച്ചറിഞ്ഞത് മാസങ്ങൾക്ക് ശേഷമാണ്. തൻ്റെ കുഞ്ഞൊന്ന് ചിരിക്കാനോ കരയാനോ അല്ലെങ്കിൽ സ്നേഹത്തോടെ അച്ഛാ എന്ന് വിളിക്കാനോ പോകുന്നില്ലെന്ന യാഥാർത്ഥ്യം ഹരിശങ്കറിനെ തകർത്തു കളഞ്ഞു. നന്ദിനി മരിക്കുമ്പോൾ അനുഭവിച്ച അതേ ഭയാനകമായ നിശബ്ദത തൻ്റെ മകനിലൂടെ ദൈവം തനിക്ക് നൽകിയ ശിക്ഷയാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ഹരിശങ്കർ തൻ്റെ സങ്കടം തീർത്തത് പണം കൊണ്ടായിരുന്നു. ആദിക്ക് വേണ്ടി അദ്ദേഹം ലോകം മുഴുവൻ അലഞ്ഞു. അമേരിക്കയിലെയും യൂറോപ്പിലെയും വമ്പൻ ആശുപത്രികളിൽ അദ്ദേഹം മകനുമായി കയറിയിറങ്ങി. ഓരോ മണിക്കൂറിലും ലക്ഷങ്ങൾ ഈടാക്കുന്ന അന്താരാഷ്ട്ര സ്പെഷ്യലിസ്റ്റുകൾ ആദിയുടെ ചെവി പരിശോധിച്ചു. അനേകം സ്കാനിങ്ങുകൾ, ടെസ്റ്റുകൾ. ഒടുവിൽ സ്റ്റെതസ്കോപ്പ് അഴിച്ചുവെച്ച് ആ വലിയ ഡോക്ടർമാർ വിധി എഴുതി. സോറി മിസ്റ്റർ ഹരിശങ്കർ, ഇതൊരു ജന്മനായുള്ള വൈകല്യമാണ്. ആദിയുടെ കാതിലെ ഞരമ്പുകൾക്ക് കേടുപാടുണ്ട്. പണം കൊണ്ട് ഇതിന് പരിഹാരമുണ്ടാക്കാൻ കഴിയില്ല. അവൻ ഒരിക്കലും കേൾക്കില്ല. സത്യം അംഗീകരിക്കുക എന്നത് ഹരിശങ്കറിനെ സംബന്ധിച്ചിടത്തോളം അസാധ്യമായിരുന്നു. തനിക്ക് ലോകത്തെല്ലാം നേടാൻ കഴിഞ്ഞിട്ടും തൻ്റെ മകനൊരു ശരാശരി മനുഷ്യൻ്റെ ജീവിതം നൽകാൻ കഴിയില്ലെന്നത് അദ്ദേഹത്തെ വല്ലാതെ വേദനിപ്പിച്ചു. ആ വേദനയിൽ നിന്ന് രക്ഷപ്പെടാൻ അദ്ദേഹം മേഘമൽഹാറിൽ പുതിയൊരു നിയമം കൊണ്ടുവന്നു: നിശബ്ദത. മേഘമൽഹാറിനുള്ളിൽ TVയോ സംഗീതമോ ഉച്ചത്തിലുള്ള സംസാരമോ പാടില്ല. ജോലിക്കാർ പോലും സംസാരിക്കാൻ ഭയപ്പെട്ടു. അവർ ആ വീടിലൂടെ നിഴലുകളെപ്പോലെ ചലിച്ചു. മകൻ്റെ നിശബ്ദതയെ ഓർമ്മിപ്പിക്കുന്ന എല്ലാ ശബ്ദങ്ങളെയും അദ്ദേഹം ആ വീട്ടിൽ നിന്ന് പടിയടച്ചു പുറത്താക്കി. 8 വയസ്സുകാരനായ ആദിയുടെ ലോകം അവൻ്റെ മുറിക്കുള്ളിലെ വിലപിടിപ്പുള്ള കളിപ്പാട്ടങ്ങളിൽ ഒതുങ്ങി. വായുസഞ്ചാരമുള്ള വലിയ ജനാലകൾക്കരികിലിരുന്ന് അവൻ മണിക്കൂറുകളോളം തൻ്റെ ചെറിയ കാറുകൾ ഒരു വരിവരിയായി അടുക്കി വയ്ക്കും. പുറത്ത് മഴ പെയ്യുമ്പോൾ അവൻ ജനാലയിൽ മുഖം ചേർത്ത് വയ്ക്കും. മഴയുടെ ശബ്ദം കേൾക്കാനല്ല, ആ തണുപ്പും വിറയിലുമറിയാൻ. ആദിയുടെ കണ്ണുകൾ ഒരുതരം ശൂന്യമായിരുന്നു. അച്ഛൻ സ്നേഹത്തോടെ വന്ന് കെട്ടിപ്പിടിക്കുമ്പോൾ പോലും അവനത് തിരിച്ചറിഞ്ഞിരുന്നത് സ്പർശനത്തിലൂടെ മാത്രമാണ്. ആ വലിയ കൊട്ടാരത്തിൽ സ്നേഹത്തിൻ്റെ ഭാഷ പോലും അറിയാതെ അവൻ തികച്ചും ഒറ്റപ്പെട്ടുപോയി. ജോലിക്കാർക്കിടയിൽ പല അടക്കം പറച്ചിലുകളും ഉണ്ടായിരുന്നു. എന്നാൽ ആരും ശ്രദ്ധിക്കാത്ത ഒരു കാര്യമുണ്ടായിരുന്നു. ആദി കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കിടെ തൻ്റെ വലതു ചെവിയിൽ ഒന്ന് തൊടും. പെട്ടെന്നൊരു ഞെട്ടലോടെ ആ കൈ പിൻവലിക്കും. വേദന കൊണ്ടെന്ന വണ്ണം അവൻ്റെ മുഖം ചുളിയും. ഓരോ തവണ ഈ വേദന വരുമ്പോഴും അവൻ അച്ഛനെ നോക്കും. പക്ഷേ ഹരിശങ്കർ കണ്ടത് കളിപ്പാട്ടങ്ങളുമായി ഇരിക്കുന്ന തൻ്റെ മകനെ മാത്രമാണ്. അവൻ്റെ ഉള്ളിലെ ആ ചെറിയ ശാരീരിക ബുദ്ധിമുട്ട് ഹരിശങ്കറിൻ്റെ കുറ്റബോധത്തിൻ്റെ വലിയ തിരമാലകളിൽ മുങ്ങിപ്പോയി.
സ്നേഹമെന്നത് പണത്തിന് വാങ്ങാൻ കിട്ടുന്ന ഒന്നാണെന്ന് വിശ്വസിച്ച ഹരിശങ്കർ തൻ്റെ മകന് നൽകിയത് സ്വർണ്ണക്കൂടിലെ ഏകാന്തതയായിരുന്നു. ആദി ആഗ്രഹിച്ചത് ആരുടെയെങ്കിലും ഒരു തലോടലോ തന്നോട് ആംഗ്യഭാഷയിലെങ്കിലും ഒന്ന് സംവദിക്കാനോ ആയിരുന്നു. പക്ഷേ ആ കൊട്ടാരത്തിലെ തറ തുടക്കാനും മുറ്റം വൃത്തിയാക്കാനും വരുന്ന ഒരു സാധാരണ പെൺകുട്ടിയാണ് തൻ്റെ മകൻ്റെ ജീവിതം മാറ്റാൻ പോകുന്നതെന്ന് ഹരിശങ്കർ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. സത്യം വലിയ ആശുപത്രികളിലെ AC മുറികളിൽ നിന്നല്ല, നിഷ്കളങ്കമായ ഒരു മനസ്സിൽ നിന്നാണ് വരാനിരിക്കുന്നത്. ഇടുക്കിയിലെ കുന്നിൻ ചെരുവുകളിൽ മഞ്ഞു വീഴുന്ന ഒരു ചെറിയ ഗ്രാമത്തിലായിരുന്നു ഗൗരിയുടെ വീട്. പ്രകൃതി സുന്ദരമാണെങ്കിലും അവളുടെ ജീവിതം അത്ര സുന്ദരമായിരുന്നില്ല. 10 വർഷം മുമ്പ് ഒരു അപകടത്തിൽ അച്ഛനെയും അമ്മയെയും നഷ്ടപ്പെട്ട ഗൗരിയും അനിയനെയും വളർത്തിയത് മുത്തശ്ശിയായിരുന്നു. എന്നാൽ ഇപ്പോൾ ബിരുദം കഴിഞ്ഞു നിൽക്കുന്ന സമയത്ത് മുത്തശ്ശിക്ക് പക്ഷാഘാതം സംഭവിച്ച് കിടപ്പിലായി. ചികിത്സാ ചിലവുകൾ താങ്ങാൻ കഴിയാത്ത അവസ്ഥ. നഗരത്തിലെ സ്വകാര്യ നഴ്സിംഗ് ഹോമിലാണ് മുത്തശ്ശിയെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഇതിനോടകം തന്നെ ഗൗരി പലരിൽ നിന്നും ലക്ഷങ്ങൾ കടം വാങ്ങി. കഴിഞ്ഞ 3 മാസമായി നഴ്സിംഗ് ഹോമിലെ ബില്ലടച്ചിട്ടില്ല. ഈ മാസം കൂടി പണമടച്ചില്ലെങ്കിൽ മുത്തശ്ശിയെ സർക്കാർ ആശുപത്രിയിലെ ആരും തിരിഞ്ഞു നോക്കാത്ത വാർഡിലേക്ക് മാറ്റേണ്ടി വരും. ആ ചിന്ത ഗൗരിക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. ഈ സാഹചര്യത്തിലാണ് വാഗമണിലെ കോടീശ്വരനായ ഹരിശങ്കർ വാര്യരുടെ വീട്ടിൽ ഒരു ജോലിക്കാരിയെ ആവശ്യമുണ്ടെന്ന വിവരം ഗൗരി അറിയുന്നത്. വലിയ ശമ്പളവും താമസ സൗകര്യവും ഉണ്ടെന്നറിഞ്ഞപ്പോൾ മറ്റൊന്നും ചിന്തിക്കാതെ ഗൗരി അങ്ങോട്ട് തിരിച്ചു. മേഘമൽഹാർ എന്ന ആ കൊട്ടാരത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ ഗൗരിയുടെ ഉള്ളിൽ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. തൻ്റെ മുത്തശ്ശിയെ രക്ഷിക്കാനുള്ള അവസാനത്തെ കച്ചിത്തുരുമ്പാണ് ഈ ജോലി. വീടിൻ്റെ ഗേറ്റ് കടന്ന് അകത്തേക്ക് ഗൗരിയെ എതിരേറ്റത് ഹെഡ് ഹൗസ് കീപ്പറായ സാവിത്രിയമ്മയായിരുന്നു. കടുപ്പമേറിയ മുഖവും തണുത്ത കണ്ണുകളുമുള്ള ആ സ്ത്രീ ഗൗരിയെ അടിമുടിയൊന്ന് പരിശോധിച്ചു. നീയാണ് ഗൗരിയല്ലേ? അതെ. നോക്കു പെണ്ണേ, ഇത് സാധാരണ വീടല്ല, ഹരിശങ്കർ സാറിൻ്റെ വീടാണ്. ഇവിടെ ചില നിയമങ്ങളുണ്ട്. സാറിന് ശബ്ദം ഇഷ്ടമല്ല. നീ നിന്റെ ജോലി ചെയ്യണം, ആരോടും വർത്തമാനം പറയരുത്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആദിമോൻ്റെ കാര്യങ്ങളിൽ നീ ഇടപെടരുത്. അവൻ സംസാരിക്കില്ല, അവന് കേൾക്കാനും കഴിയില്ല. അവനെ നോക്കാൻ പ്രത്യേകം ആളുകളുണ്ട്. ഇവിടെ ജോലി വേണമെന്നുണ്ടെങ്കിൽ കണ്ണും കാതും പൂട്ടിവെച്ച് വായടച്ച് പണിയെടുക്കണം, മനസ്സിലായോ? ഗൗരി വിനീതമായി തലയാട്ടി. ഒരു കൊച്ചുകുട്ടിയോട് സംസാരിക്കാൻ പോലും അനുവാദമില്ലാത്ത ഈ വീട് എത്ര ഭയാനകമായിരിക്കുമെന്ന് അവൾ ചിന്തിച്ചു. പക്ഷേ മുത്തശ്ശിയുടെ മുഖം ഓർമ്മ വന്നപ്പോൾ അവൾ എല്ലാം സമ്മതിച്ചു. ആദ്യത്തെ കുറച്ചു ദിവസങ്ങൾ ഗൗരിക്ക് വളരെ പ്രയാസകരമായിരുന്നു. രാവിലെ മുതൽ രാത്രി വരെ യന്ത്രത്തെ പോലെ അവൾ പണിയെടുത്തു. ആരും ചിരിക്കാത്ത, ആരും സംസാരിക്കാത്ത ആ വീട്. ഹരിശങ്കർ സാറ് വീട്ടിലുള്ളപ്പോൾ ഒരു ശ്മശാനത്തിൻ്റെ നിശബ്ദത ആ വീടിനെ മൂടും. ജോലിക്കിടയിൽ ഗൗരി ആദിയെ ശ്രദ്ധിച്ചു തുടങ്ങി. സൂര്യപ്രകാശം വീഴുന്ന വലിയ ഹാളിൻ്റെ ഒരു മൂലയിലിരുന്ന് അവൻ കളിപ്പാട്ടങ്ങളുമായി കളിക്കുന്നത് ഗൗരി ശ്രദ്ധിക്കാറുണ്ട്. അവൻ്റെ മുഖത്ത് കുസൃതികളില്ലായിരുന്നു. പകരം പ്രായത്തിൻ്റെ നിരക്കാത്ത ഗൗരവവും ഏകാന്തതയും ഉണ്ടായിരുന്നു. ഒരു ദിവസം കളിപ്പാട്ടങ്ങൾ ശരിയാക്കാൻ കഴിയാതെ സങ്കടപ്പെട്ടിരിക്കുന്ന ആദിയെ അവൾ കണ്ടു. സാവിത്രി അമ്മയുടെ മുന്നറിയിപ്പ് മനസ്സിലുണ്ടായിരുന്നെങ്കിലും ആ കുട്ടിയുടെ സങ്കടം കണ്ടപ്പോൾ അവൾക്ക് അടങ്ങിയിരിക്കാൻ കഴിഞ്ഞില്ല. ഗൗരി പതുക്കെ അവൻ്റെ അടുത്തേക്ക് ചെന്ന് അവനെ സഹായിച്ചു. ആദി ഞെട്ടിപ്പോയി. ആരും തൻ്റെ അടുത്തേക്ക് വരാറില്ലെന്ന് അവനറിയാമായിരുന്നു. ഗൗരി അവനെ നോക്കി മനോഹരമായി ഒന്ന് പുഞ്ചിരിച്ചു. 10 വയസ്സുകാരനായ ആദിക്ക് ആ പുഞ്ചിരി തൻ്റെ അമ്മയുടെ ഓർമ്മകൾ പോലെയാണ് തോന്നിയത്. അതൊരു തുടക്കമായിരുന്നു. അടുത്ത ദിവസങ്ങളിൽ അവർക്കിടയിൽ ഒരു പുതിയ ബന്ധം ഉടലെടുത്തു. ഗൗരി ജോലി കഴിഞ്ഞ് കിട്ടുന്ന ഇടവേളകളിൽ അവന് വേണ്ടി മിഠായികളും പൂക്കളും ഒളിപ്പിച്ചു കൊണ്ടുവന്നു നൽകി. ഈ രഹസ്യ സൗഹൃദം ആരും അറിയാതെ ഗൗരി കാത്തു സൂക്ഷിച്ചു. ഒരു ദിവസം ആദിയുടെ മുറി വൃത്തിയാക്കുമ്പോഴാണ് ഗൗരി മറ്റൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. ആദി തൻ്റെ വലതു ചെവിയിൽ ഇടയ്ക്കിടെ കൈവയ്ക്കുന്നു. വെറുതെ തൊടുകയല്ല, വേദനയോടെ അമർത്തുകയാണ് ചെയ്യുന്നത്. ഗൗരി അവൻ്റെ അടുത്തു ചെന്ന് പതുക്കെ ആ കൈ മാറ്റി ചെവിയിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ ശ്രമിച്ചപ്പോൾ ആദി ഭയന്ന് പിന്നിലേക്ക് മാറി. അവൻ്റെ കണ്ണുകളിൽ ഭയമായിരുന്നു. ഗൗരിയുടെ മനസ്സിലപ്പോൾ പഴയൊരു ഓർമ്മ വന്നു. ഇടുക്കിയിലെ അവളുടെ അമ്മാവൻ്റെ മകനും ഇതേപോലെ ചെവിയിൽ വേദന ഉണ്ടായിരുന്നു. അന്ന് ഗ്രാമത്തിലെ വൈദ്യർ പറഞ്ഞത് അത് കേൾവിക്കുറവല്ല, മറിച്ച് പുറത്തുനിന്നുള്ള എന്തോ ഒന്ന് ഉള്ളിൽ കയറി കിടക്കുകയാണ് എന്നുള്ളത്. ആദിയുടെ അവസ്ഥയും അതുതന്നെയല്ലേ? ലോകത്തെ ഏറ്റവും വലിയ ഡോക്ടർ പരിശോധിച്ചിട്ടും എന്താണ് ആരും ഇത് ശ്രദ്ധിക്കാത്തത്? അവരെല്ലാവരും അവൻ്റെ കേൾവിശക്തിയുടെ സാങ്കേതിക വശങ്ങൾ മാത്രമാണ് പരിശോധിച്ചത്. ഒരു കുട്ടിയെന്ന നിലയിൽ അവന് അനുഭവപ്പെടുന്ന ചെറിയ വേദനകളെ അവർ ജന്മനായുള്ള പ്രശ്നങ്ങളുടെ ഭാഗമായി തള്ളിക്കളഞ്ഞു. പക്ഷേ ഗൗരി കണ്ടത് മറ്റൊരു സത്യമായിരുന്നു. ആ കുട്ടിയുടെ നിശബ്ദതയ്ക്കുള്ളിൽ വലിയൊരു നിലവിളി ഒളിഞ്ഞിരിപ്പുണ്ട്. സാവിത്രിയമ്മ പറഞ്ഞത് അവളുടെ കാതുകളിൽ മുഴങ്ങി. ഇവിടെ ജോലി വേണമെന്നുണ്ടെങ്കിൽ വായടച്ചു പണിയെടുക്കണം.
ഗൗരിയുടെ മുമ്പിൽ 2 വഴികളെ ഉണ്ടായിരുന്നുള്ളൂ. ഒന്നെങ്കിൽ സ്വന്തം ജീവിതം സുരക്ഷിതമാക്കാൻ നിശബ്ദമായിരിക്കുക, അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ ഭാവിക്ക് വേണ്ടി തൻ്റെ സർവ്വതും പണയപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് വരിക. ഗൗരി ആദിയുടെ കണ്ണുകളിലേക്ക് നോക്കി. അവിടെ കണ്ട നിസ്സഹായത അവളോട് പറഞ്ഞു, എന്നെ ഒന്ന് സഹായിക്കൂ. ആ രാത്രി ഗൗരിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ചിലപ്പോൾ വലിയ മുറിവുകളേക്കാൾ നമ്മളെ വേദനിപ്പിക്കുന്നത് കണ്ണിൽ കാണാത്ത ചെറിയ മുള്ളുകളായിരിക്കും എന്ന് മുത്തശ്ശി പറയാറുള്ളത് അവൾ ഓർത്തു. ആദിയുടെ കാര്യത്തിൽ ആ മുള്ള് എവിടെയോ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് അവൾക്കുറപ്പായിരുന്നു. ഹരിശങ്കർ ബിസിനസ് ആവശ്യങ്ങൾക്കായി ഡൽഹിയിലേക്ക് പോയ ഒരു ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞ് പൂന്തോട്ടത്തിൽ കളിക്കുകയായിരുന്ന ആദി പെട്ടെന്ന് ചെവി വല്ലാതെ അമർത്തിപ്പിടിച്ച് പുല്ലിലേക്ക് വീണു. വേദന സഹിക്കാനാവാതെ അവൻ കിടന്നുരുളുകയാണ്. ഗൗരി ഒന്നും ചിന്തിച്ചില്ല. കയ്യിലുണ്ടായിരുന്ന ജോലികൾ ഉപേക്ഷിച്ച് അവൾ ഓടിച്ചെന്നു. ആദിയെ വാരിയെടുത്ത് മടിയിൽ കിടത്തി. അവൻ കരയുകയായിരുന്നു, പക്ഷേ ശബ്ദമില്ലാത്ത കരച്ചിൽ. അവൻ്റെ കവിളിലൂടെ കണ്ണുനീർ ധാരധാരയായി ഒഴുകിക്കൊണ്ടിരുന്നു. ഗൗരി പതുക്കെ അവൻ്റെ വലതു ചെവിയിലേക്ക് സൂര്യപ്രകാശം വീഴുന്ന രീതിയിൽ തല ചെരിച്ചു വെച്ചു. അവൾ തൻ്റെ കയ്യിൽ കരുതിയ ചെറിയ ടോർച്ചെടുത്ത് ആദിയുടെ ചെവിക്കുള്ളിലേക്ക് തെളിച്ചു. അതാ ചെവിക്കുള്ളിലെ ദ്വാരത്തിൽ ആഴത്തിൽ കർണപടത്തോട് ചേർന്ന് കറുത്തിരുണ്ട ഒരു വസ്തു തങ്ങി നിൽക്കുന്നു. സാധാരണ മെഴുകല്ലാതെ വർഷങ്ങളായി അവിടെയിരുന്ന് കട്ടിയായ പുറമേ നിന്ന് വന്ന ഏതോ ഒരു അന്യവസ്തു. അത് അവിടെയിരുന്ന് വീർത്ത് കാതിലെ ഞരമ്പുകളിൽ അമർത്തുകയാണ്. അതുകൊണ്ടാണ് ഓരോ ശബ്ദതരംഗങ്ങൾ വരുമ്പോഴും ആദിക്ക് കഠിനമായ വേദന അനുഭവപ്പെടുന്നത്. ശബ്ദം കേൾക്കാൻ കഴിയാത്തത് അവന് കേൾവി ഇല്ലാത്തതുകൊണ്ടല്ല, മറിച്ച് ഈ വസ്തു ഒരു ഭിത്തി പോലെ ശബ്ദത്തെ തടഞ്ഞതുകൊണ്ടാണ്. ദൈവമേ, ഇത്രയും വലിയ കാര്യം എങ്ങനെയാണ് ആ ഡോക്ടർമാർ കാണാതെ പോയത്? ഗൗരി അമ്പരന്നു. ഇത് നീക്കം ചെയ്തില്ലെങ്കിൽ ആദിയുടെ ജീവിതം എന്നേക്കുമായി നിശബ്ദതയിൽ അവസാനിക്കും. ആ അന്യവസ്തു അവിടെയിരുന്ന് അണുബാധ ഉണ്ടാക്കി അവൻ്റെ തലച്ചോറിനെ പോലും ബാധിച്ചേക്കാം. അന്ന് രാത്രി എല്ലാവരും ഉറങ്ങിയ സമയം ഗൗരി ഒരു തീരുമാനമെടുത്തു. അവൾ ഇടുക്കിയിലെ അവളുടെ അമ്മാവനെ വിളിച്ച് ഉപദേശം തേടി. വളരെ സൂക്ഷിക്കണം മോളെ, ഒരു ചെറിയ പിഴവ് മതി ആ കുട്ടിയുടെ കേൾവി എന്നേക്കുമായി പോകാൻ, അമ്മാവൻ പറഞ്ഞു. ഗൗരി ഫസ്റ്റ് എയ്ഡ് കിറ്റിൽ നിന്ന് ഒരു ടീസർ, അതായത് ഒരു ചെറിയ ഉപകരണമെടുത്ത് അണുവിമുക്തമാക്കി. അവളുടെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഒരു വശത്ത് അവളുടെ ജോലിയും മുത്തശ്ശിയുടെ ചികിത്സയും, മറുവശത്ത് ഒരു കുഞ്ഞിൻ്റെ ജീവിതം. രാത്രി 12 മണി. മേഘമൽഹാർ ഗാഢ നിദ്രയിലായിരുന്നു. ഗൗരി മെഴുകുതിരി വെട്ടത്തിൽ ആദിയുടെ മുറിയിലെത്തി. അവൻ ഉറങ്ങാതെ ജനലിലൂടെ പുറത്തേക്ക് നോക്കി കിടക്കുകയായിരുന്നു. ഗൗരിയെ കണ്ടതും അവൻ കൈനീട്ടി. അവൾ അവനെ ആശ്വസിപ്പിച്ചു മടിയിൽ കിടത്തി. ആദി, അനങ്ങരുത് കേട്ടോ, അവൾ ആംഗ്യം കാണിച്ചു. ഗൗരി ഒലീവ് ഓയിൽ പതുക്കെ അവൻ്റെ ചെവിയിലൊഴിച്ചു. ആ വസ്തു ഒന്ന് അയയാൻ വേണ്ടിയായിരുന്നു അത്. ചരിത്രത്തിലെ ഏറ്റവും സങ്കീർണമായ ശാസ്ത്രക്രിയകളെക്കാൾ ഗൗരവത്തോടെ ആ വേലക്കാരി തൻ്റെ ദൗത്യം ആരംഭിച്ചു. മുറിയിലൊരു ചെറിയ മേശവിളക്കിൻ്റെ മഞ്ഞ വെളിച്ചം മാത്രം. ഗൗരിയുടെ നെറ്റിയിൽ വിയർപ്പ് തുള്ളികൾ പൊടിഞ്ഞു. ശ്വാസം പോലും അടക്കി പിടിച്ച് അവൾ ആ ഉപകരണത്തിന് അറ്റം ചെവിക്കുള്ളിലേക്ക് നീക്കി. ആദി വേദന കൊണ്ടൊന്ന് പിടഞ്ഞു. ഗൗരി നിർത്തി. അവനെ തലോടി. ക്ഷമിക്കുമോനെ, ഒന്ന് സഹിക്ക്. വീണ്ടും ശ്രമിച്ചു. ഇത്തവണ ആ കട്ടിയുള്ള വസ്തുവിൻ്റെ അറ്റത്ത് ഉപകരണം ഉടക്കി. അവൾ അത് പതുക്കെ പുറത്തേക്ക് വലിക്കാൻ തുടങ്ങി. ഒരു ഘർഷണം അനുഭവപ്പെട്ടു. അത് പുറത്തേക്ക് വരാൻ മടിക്കുന്നതുപോലെ. നിമിഷങ്ങൾ മണിക്കൂറുകൾ പോലെ തോന്നിപ്പിച്ചു. പെട്ടെന്ന് ചെറിയൊരു ശബ്ദത്തോടെ ആ വസ്തു പുറത്തേക്ക് ഊർന്നു വന്നു. കറുത്ത നിറത്തിൽ മെഴുകു പറ്റിപ്പിടിച്ച ആ വസ്തു ഗൗരിയുടെ കൈപ്പത്തിയിലേക്ക് വീണു. അതോടൊപ്പം നേരിയ തോതിൽ രക്തവും. ഗൗരി ശ്വാസം ആഞ്ഞു വലിച്ചു. ആദിയുടെ 8 വർഷത്തെ നിശബ്ദതയ്ക്ക് കാരണമായ ആ വില്ലനെ അവൾ ഒടുവിൽ പുറത്തെടുത്തു. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. ആദി ഞെട്ടി എഴുന്നേറ്റു. അവർ 2 കൈകളും കൊണ്ട് ചെവി പൊത്തിപ്പിടിച്ചു. മുറിയിലെ ക്ലോക്കിൻ്റെ ശബ്ദം അവനൊരു വലിയ ഇടിമുഴക്കം പോലെ അനുഭവപ്പെട്ടു. ജനാലയിലൂടെ വരുന്ന കാറ്റിൻ്റെ മൂളൽ, ഗൗരിയുടെ ശ്വാസമെടുക്കുന്നത്, ശബ്ദങ്ങളുടെ ഒരു പ്രവാഹം അവൻ്റെ തലച്ചോറിലേക്ക് ഇരച്ചു കയറി. ആദി പേടിയോടെ ചുറ്റും നോക്കി. ഗൗരി അവൻ്റെ കൈകൾ മാറ്റി. ആദി, അവൾ പതുക്കെ വിളിച്ചു. ആദി ഞെട്ടിപ്പോയി. അവൻ ഗൗരിയുടെ മുഖത്തേക്ക് നോക്കി. അവളുടെ ചുണ്ടുകൾ അനങ്ങുന്നത് അവൻ കണ്ടു. ഒപ്പം ഒരു മനോഹരമായ ശബ്ദം ആദ്യമായി കേട്ടു. അവൻ്റെ വായ താനെ തുറന്നു. തുരുമ്പിച്ച ഒരു മണിമുഴക്കുന്നത് പോലെ പരുക്കൻ സ്വരത്തിൽ ഒരു ശബ്ദവും അവനിൽ നിന്ന് പുറപ്പെട്ടു. ആ. ഗൗരി ചിരിച്ചുകൊണ്ട് അവൻ്റെ കൈകൾ അവളുടെ തൊണ്ടയിൽ വെച്ചു. ആദി, അച്ഛാ എന്ന് വിളിക്കൂ. അച്ഛാ. ആദി വീണ്ടും ശ്രമിച്ചു. ഇത്തവണ ശബ്ദത്തിന് തെളിച്ചമുണ്ടായിരുന്നു. അവൻ വീണ്ടും അച്ഛാ എന്ന് ഉറക്കെ വിളിച്ചു. ആ ഒരു വാക്ക് മേഘമൽഹാറിലെ 8 വർഷത്തെ നിശബ്ദതയെ തകർത്തു കളഞ്ഞു. ഗൗരി അവനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. നിനക്ക് കേൾക്കാം മോനെ. പക്ഷേ ആ സന്തോഷം അധികനേരം നീണ്ടുനിന്നില്ല.
പെട്ടെന്ന് മുറിയുടെ വാതിൽ വലിച്ചു തുറക്കപ്പെട്ടു. അപ്രതീക്ഷിതമായി മടങ്ങിയെത്തിയ ഹരിശങ്കർ കട്ടിലിലെ രക്തവും ഗൗരിയുടെ കയ്യിലെ ഉപകരണവും കരയുന്ന ആദിയെയും കണ്ട ഹരിശങ്കർ സ്തംഭിച്ചുപോയി. നീ എന്താണ് ചെയ്തത്? അദ്ദേഹം അലറി. ആ ശബ്ദം കേട്ട് ആദി ഭയന്ന് ചെവി പൊത്തി. എൻ്റെ മകനെ നീ കൊല്ലാൻ നോക്കുകയാണോ? ഹരിശങ്കർ ഓടി വന്ന് ഗൗരിയെ ആഞ്ഞു തള്ളി. സെക്യൂരിറ്റി, ഇവളെ പിടിച്ച് കെട്ടിയിട്, പോലീസിനെ വിളിക്ക്. ഗൗരി തറയിൽ കിടന്ന് കൈകൂപ്പി കരഞ്ഞു. സാർ, ഞാൻ അവനെ ഉപദ്രവിച്ചതല്ല, അവനിപ്പോൾ കേൾക്കാം സാർ. പക്ഷേ ഹരിശങ്കർ അതൊന്നും കേൾക്കാൻ കൂട്ടാക്കിയില്ല. ഗൗരിയെ സെക്യൂരിറ്റിക്കാർ വലിച്ചിഴച്ച് ഇരുട്ടുമുറിയിലേക്ക് കൊണ്ടുപോയി പൂട്ടി. ഹരിശങ്കർ ആദ്യയും കൊണ്ട് നഗരത്തിലെ ആശുപത്രിയിലേക്ക് പാഞ്ഞു. ഇരുട്ടുമുറിയിൽ ഗൗരി തളർന്നു കിടന്നു. ദൈവമേ, മുത്തശ്ശിയെ ആരു നോക്കും? ഞാൻ ചെയ്തത് തെറ്റാണോ? പുറത്ത് പോലീസ് ജീപ്പിൻ്റെ സൈറൻ മുഴങ്ങുന്നത് അവൾ കേട്ടു. ഒരു നല്ല കാര്യം ചെയ്യാൻ ശ്രമിച്ചതിന് ഇത്ര വലിയ വില നൽകേണ്ടി വരുമെന്ന് അവൾ കരുതിയില്ല. അതേസമയം ആശുപത്രിയിൽ ആദിയെ വലിയൊരു മെഷീനുള്ളിലേക്ക് കയറ്റി പരിശോധിക്കുകയായിരുന്നു. ഹരിശങ്കർ പുറത്ത് അസ്വസ്ഥനായി നടന്നു. ആ പെണ്ണിനെ വെറുതെ വിടരുത്, അവൾക്കെതിരെ വധശ്രമത്തിന് കേസെടുക്കണം. അദ്ദേഹം ഫോണിലൂടെ ആക്രോശിക്കുന്നുണ്ട്. അല്പസമയത്തിന് ശേഷം ചീഫ് സർജൻ ഡോക്ടർ ഐസക് പുറത്തേക്ക് വന്നു. ഡോക്ടർ, എൻ്റെ മകൻ, ആ വേലക്കാരി എന്താണ് അവനെ ചെയ്തത്? ഹരിശങ്കർ വെപ്രാളത്തോടെ ചോദിച്ചു. ഡോക്ടർ ഐസക് ശാന്തമായി പറഞ്ഞു. മിസ്റ്റർ ഹരിശങ്കർ, ആദി സുഖമായിരിക്കുന്നു. അവനിപ്പോൾ നഴ്സിനോട് സംസാരിക്കുകയാണ്. ഹരിശങ്കർ സ്തംഭിച്ചുപോയി. സംസാരിക്കുകയോ? അതെങ്ങനെ? ഡോക്ടർ ഒരു സ്കാനിംഗ് റിപ്പോർട്ട് കാണിച്ചു കൊടുത്തു. ഇവിടെ നോക്ക്. ആദിയുടെ ചെവിയിൽ ഒരു അന്യവസ്തു കുടുങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു. ഒരു ചെറിയ പ്ലാസ്റ്റിക് മുത്തോ കല്ലോ ആകാം. അത് കർണപടത്തോട് ചേർന്നിരിക്കുന്നത് ശബ്ദതരംഗങ്ങളെ തടയുകയായിരുന്നു. സത്യത്തിൽ നിങ്ങളുടെ മകന് ജന്മന വൈകല്യമില്ലായിരുന്നു, വെറുമൊരു മെക്കാനിക്കൽ ബ്ലോക്ക് മാത്രമായിരുന്നു പ്രശ്നം. ഹരിശങ്കർ കസേരയിൽ തളർന്നിരുന്നു. ആ വലിയ ഡോക്ടർമാർ ഇത് കണ്ടില്ലേ? നിങ്ങളുടെ പണത്തോടുള്ള ആർത്തിയിൽ അവർ പലതും കണ്ടില്ലെന്ന് നടിച്ചു, ഡോക്ടർമാർ പറഞ്ഞു. പക്ഷേ നിങ്ങളുടെ വീട്ടിലെ ആ പെൺകുട്ടി, അവൾ ചെയ്തത് ഒരു അത്ഭുതമാണ്. അത് നീക്കം ചെയ്തില്ലായിരുന്നുവെങ്കിൽ ആ അണുബാധ തലച്ചോറിലേക്ക് പടരുമായിരുന്നു. അവൾ അവന് കേൾവി നൽകുക മാത്രമല്ല, അവൻ്റെ ജീവൻ രക്ഷിക്കുക കൂടിയാണ് ചെയ്തത്. ഹരിശങ്കറിൻ്റെ ഉള്ളിൽ ഒരു ഇടിമുഴക്കം. താൻ കൊലയാളിയെന്ന് വിളിച്ചവളാണ് തൻ്റെ മകൻ്റെ രക്ഷക. അദ്ദേഹം ആദിയുടെ മുറിയിലേക്കോടി. അവിടെ ആദി ഹെഡ്ഫോൺ വെച്ച് പാട്ട് കേൾക്കുകയായിരുന്നു. അച്ഛനെ കണ്ടതും അവൻ ഓടി വന്നു. അച്ഛാ! ആ വിളി 8 വർഷമായി ഹരിശങ്കർ കേൾക്കാൻ കൊതിച്ച ആ വിളി. അച്ഛാ, ആ ചേച്ചിയെവിടെ? എനിക്ക് ചേച്ചിയെ കാണണം. ഹരിശങ്കർ കരഞ്ഞുകൊണ്ട് മകനെ വാരിപ്പുണർന്നു. ഒരു നിമിഷം പോലും വൈകാതെ അദ്ദേഹം മേഘമൽഹാറിലേക്ക് തിരിച്ചു. നേരെ ആ ഇരുട്ടുമുറിയിലേക്ക് ഓടി. വാതിൽ തുറന്നപ്പോൾ ഗൗരി ഭയന്ന് വിറയ്ക്കുകയായിരുന്നു. സാർ, എന്നെ ഉപദ്രവിക്കരുത്. ഹരിശങ്കർ അവളുടെ മുന്നിൽ മുട്ടുകുത്തി. കേരളം ഭയക്കുന്ന ആ മനുഷ്യൻ കൈകൂപ്പി പറഞ്ഞു. മോളെ, എന്നോട് ക്ഷമിക്കണം. ഞാൻ പണം കൊണ്ട് കണ്ടുപിടിക്കാൻ നോക്കിയ അത്ഭുതം എൻ്റെ ഈ കൈകളിലായിരുന്നു. ആദി ഓടി വന്ന് ഗൗരിയെ കെട്ടിപ്പിടിച്ചു. ചേച്ചി! ആ രാത്രി മേഘമൽഹാറിലെ അന്തരീക്ഷം മാറി. ഹരിശങ്കർ ഗൗരിയുടെ മുത്തശ്ശിയുടെ ചികിത്സാ കാര്യങ്ങൾ മുഴുവൻ ഏറ്റെടുത്തു. ഗൗരി ഇനി അവിടുത്തെ വേലക്കാരിയായിട്ടല്ല, ആദിയുടെ വെല്ലിയേച്ചിയായി ആ വീട്ടിലെ അംഗമായി തുടരുമെന്ന് അദ്ദേഹം ഉറപ്പിച്ചു. വർഷങ്ങൾക്ക് മുമ്പ് നന്ദിനി മരിക്കുമ്പോൾ പറയാൻ ശ്രമിച്ചത് ഒരുപക്ഷെ ഇതായിരുന്നു. നമ്മുടെ മകനെ സ്നേഹത്തോടെ ചേർത്തു നിർത്തണം. പണം കൊണ്ടല്ല, സ്നേഹം കൊണ്ടാണ് ലോകത്തെ മാറ്റാൻ കഴിയുന്നതെന്ന് ഹരിശങ്കർ തിരിച്ചറിഞ്ഞു. ഇടുക്കിയിലെ ആ പാവം പെൺകുട്ടി തൻ്റെ നിശ്ചയദാർഢ്യം കൊണ്ട് ഒരു സാമ്രാജ്യത്തിൻ്റെ നിശബ്ദതയെ സംഗീതമാക്കി മാറ്റി. മേഘമൽഹാർ ഇപ്പോൾ ഒരു ശവപ്പറമ്പല്ല, മറിച്ച് ശബ്ദങ്ങളും ചിരികളും നിറഞ്ഞ ഒരു കൊട്ടാരമാണ്.